നാട്ടിക ചൂടുപിടിക്കുകയാണ്. നിഷ്കളങ്കനായ സി നാടിൻ്റെ പോരാളി. NDAയുടെ അംഗത്തട്ടിലേക്ക് സി മുകുന്ദൻ വരുമ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ സംസാര വിഷയമായി മാറുകയാണ് നാട്ടിക. ചേട്ടാ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് കൂടുതലായിട്ട് ചോദിക്കാം. ഒന്നേട്ടാ ആദ്യം തന്നെ എല്ലാവിധ ഭാവങ്ങളും ടീം മീഡിയ ഫോർ നേരുകയാണ്. അപ്പോൾ എന്തായാലും നമസ്കാരം. ഏറെ രസകരമാണ്. മൂന്നേട്ടം ഭയങ്കര ഹാപ്പിയിലാണ്. നല്ല എനിക്ക് തോന്നുന്നു ആ ടൈറ്റിൽ നല്ല ടൈറ്റിലാണ്. നിഷ്കളങ്കനായ സി നാടിൻ്റെ പോരാളി. ശരിക്കും യഥാർത്ഥത്തിൽ ഒരു നിഷ്കളങ്കത്വം തന്നെയാണോ ഇതിവിടേക്ക് എത്തിക്കാൻ കാരണം? അത് യാതൊരു സംശയമില്ലല്ലോ. ആ ഒരു ധാരണയോട് കൂടിയാണ് നമ്മൾ എത്താൻ വേണ്ട കാരണം. അത് ഏറ്റെടുക്കാൻ എന്നെ സ്നേഹിക്കുന്ന പാർട്ടി വന്നു എന്നുള്ളതാണ്. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നു. അതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രത്യേകത. ഒരു തന്നെ കഷ്ടപ്പാടുണ്ടാകുമ്പോൾ ആ കഷ്ടപ്പാടിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് ഇപ്പോൾ എൻ്റെ 3 ദിവസം എൻ്റെ മനസ്സിലുള്ളത്. എനിക്ക് തോന്നുന്നു സിസിഡൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം, യഥാർത്ഥത്തിൽ പാവപ്പെട്ടവൻ്റെ മനസ്സറിയുന്ന ഒരു പാർട്ടിയായിരുന്നു, അതിലേക്ക് ഞാൻ എത്താൻ വൈകിപ്പോയി എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു തലത്തിലേക്ക് എത്തുവാനുള്ള ചുരുക്കത്തിൽ എന്തായിരുന്നു പശ്ചാത്തലം, എന്താണ് സംഭവിച്ചത്? തുറന്നു പറയാൻ പറ്റുമെങ്കിൽ ആവാം. പക്ഷെ ആ രീതിയിലേക്ക് നമ്മൾ ഇപ്പോൾ പോകേണ്ടതില്ല. ഇല്ല. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ദേശീയ അംഗീകാരത്തോടെ പ്രവർത്തിച്ചു പോകുന്ന നമ്മുടെ ഇന്ത്യയുടെ വികസനത്തെ മാതൃകാപരമായി ബന്ധപ്പെടുത്തി മുന്നോക്കുന്നൊരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് പോകുക എന്ന് പറയുമ്പോൾ ഒരു ആത്മാഭിമാനമാണ്. അഭിമാനം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നാട്ടിക അറിയുന്ന വ്യക്തിയാണ്. ഏറെ പേര് മുകുന്ദേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു സ്നേഹം ഈ കുറിയും ഓട്ടായി വന്ന് വൻ വിജയത്തിലേക്ക് എത്തി വീണ്ടും ഈ നാട്ടികയിലെ ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുമെന്ന കുറച്ചൊരു ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? വീണ്ടും അങ്ങനെയൊന്നും പറയേണ്ടതില്ല. മുമ്പ് തന്നെ എൻ്റെ അംഗീകാരം ഇവിടുത്തെ ജനങ്ങളെ ഏറ്റെടുത്തിട്ടുള്ളതാണ്. ജനങ്ങളോടൊരു പങ്കാളിത്തം എപ്പോഴും എൻ്റെ ക്യാമ്പയിനിലൊക്കെ മെച്ചപ്പെട്ട രീതിയിലുള്ള വലിയ മാറ്റങ്ങളാണ് പല മേഖലയിലും ഉണ്ടായിട്ടുള്ളത്. അതൊരു ആരും പറയാതെ തന്നെ നമുക്ക് കണ്ടാൽ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു അവസ്ഥയാണെന്ന് നിലനിൽക്കുന്ന നാട്യ മണ്ഡലത്തിൽ. കഴിഞ്ഞ 5 വർഷം നാട്ടിക നിയോജക മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് ജനം മനസ്സിലാക്കുന്നുണ്ട്. വീണ്ടും ഈ കുറിയും അത് ജനങ്ങളുടെ മനസ്സിൽ വോട്ടായിട്ട് തന്നെ കളത്തിലേക്ക് എത്തില്ലേ? അല്ല, നമ്മുടെ നാട്ടിക നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ 9 പഞ്ചായത്തുകളായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിലേറ്റവും കൂടുതൽ നമ്മൾ കണക്ക് പരിശോധിച്ച പാവപ്പെട്ട ജനവിഭാഗം തിങ്ങി പാർക്കുന്ന ഒരു മേഖലയാണ്. കടലുണ്ട്, കായലുണ്ട്, കുന്നുംപുറമുണ്ട്, കൃഷിയുണ്ട്, ഇതൊക്കെയുണ്ട്. അതിലൊക്കെ അതിജീവിക്കുന്ന ഏറ്റവും പാവപ്പെട്ടവൻ്റെ ജീവിതത്തിൽ മാതൃകമായൊരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ വീണ്ടും ഒരു മത്സരരംഗത്ത് ഭരണം അവരോട് അഭിപ്രായം ചോദിക്കണമെന്ന് രംഗത്തിറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയൊരു മാറ്റം ഈ നാട്ടിക നിയോജകമണ്ഡലത്തിൽ എല്ലാ മേഖലയിലും, ഒരു മേഖല മാത്രമല്ല എല്ലാ മേഖലയിലും വലിയ മാറ്റം ഉണ്ടാക്കാൻ ഞാൻ പ്രതീക്ഷയും മുന്നോട്ട് പോകണം. മാറ്റം ഉണ്ടാക്കലല്ല, ആൾക്കാർ എന്നെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ പലരോടെയും പോയി ചോദിച്ചാൽ എന്താണ് MLAയുടെ സമീപനം, അപ്പോൾ നിങ്ങൾക്ക് ഈ ആദ്യം പറഞ്ഞ വാചകത്തിലേക്ക് എത്തിച്ചേരും. ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വോട്ടായിട്ട് 100% എത്തും. അല്ലാതെ ആ ഒരു രീതിയിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, പാവപ്പെട്ടവൻ്റെ ജീവിതത്തിലുള്ള ഒരുപാട് വീടുണ്ട്, കുടിവെള്ളമുണ്ട്, റോഡ്, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ ഘട്ടഘട്ടമായി നമ്മുടെ മണ്ഡലത്തിൽ സമയബന്ധിതമായി നടപ്പാക്കിയിട്ടുണ്ട്. ചില പോരായ്മയില്ലാന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ചില ഉദ്യോഗസ്ഥന്മാരോട് ചില സമീപനമാണ്. അല്ലാതെ നമ്മുടെ ഒരു വികസനം പൂർണ്ണമായി ജനങ്ങളെ എത്തിച്ചു കഴിഞ്ഞുള്ള ആത്മാഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലത്താണ് അപ്പം വീണ്ടും മത്സരിക്കുന്നത്. അതാരെന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ രാഷ്ട്രീയ സ്വഭാവത്തിൻ്റെ പറഞ്ഞാലും, ഒരു പാർട്ടിക്കാരും ഇതിനു വേണ്ടി മെനക്കേട് പിടിക്കുക വികസനം ഒന്നും പറയുന്നുണ്ടായിട്ട് അതൊക്കെ നമ്മുടെ സംഘടനാപരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി വലിയൊരു മാറ്റം നാട്ടിക നിയോജക 9 പഞ്ചായത്തുകളിലും വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുൻപത്തെ വികസനം വെച്ച് പരിശോധിച്ചതിന് മുമ്പ് എൻ്റെ എതിർ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഗീതാ ഗോപി 10 വർഷമായിട്ട് എന്താ ചെയ്യുന്നത് പരിശോധിക്കപ്പെടണം. ഞാൻ 5 വർഷക്കാലമായിട്ട് എന്താണ് പരിശോധിക്കപ്പെടണം. ചില അഭിപ്രായങ്ങൾ ചിലർ പറയുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇതെന്നൊന്ന് പറയുന്നത്. എന്താണ് തുടർച്ച എന്ന് അവർ പറയണം. അവരിതുപോലെ തന്നെ നമ്മുടെ പൊതുവേദിയിൽ വെച്ച് പറയട്ടെ, എന്താണ് എൻ്റെ തുടർച്ച? ഒരു തുടർച്ചയില്ല. അറിവില്ലാതെ പോയി പല സ്ഥലത്തും വികസനത്തിൻ്റെ ഫണ്ട് കൊണ്ടുപോയി ഇട്ടിട്ട് ആ ഫണ്ട് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ തെളിവാണ് കേരളത്തിൽ വരുന്ന പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നാട്ടിക മണ്ഡലത്തിൽ കഴിഞ്ഞു വെച്ചാൽ 13 കോടി രൂപ നമ്മുടെ മണ്ഡലത്തിൽ പാവപ്പെട്ടവൻ്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുത്തു എന്ന് വലിയ ആത്മാഭിമാനത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്നത്.
അത് തന്നെ മതി എനിക്ക് വോട്ടാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എനിക്ക് തോന്നുന്നു നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വം അത് തന്നെയാണ് പലപ്പോഴും പല ശത്രുക്കളെ സമ്പാദിക്കാനുള്ള കാരണവും ആയിത്തീർന്നത്. മുകുന്ദേട്ടൻ എടുക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, ആ നിലപാടിൽ ശരിയുണ്ട് എന്ന് മുകുന്ദേട്ടന് വ്യക്തമായി അറിയാം. പക്ഷെ അത് ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണോ ചില പ്രതിസന്ധികളിലേക്ക് എത്താൻ കാരണം? അപ്പോൾ ഇതിലൊക്കെ നമ്മളെപ്പോഴും നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ചിലരുടെ മുഖത്ത് നോക്കാറുണ്ട്. അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ വർത്തമാനം വരുമ്പോൾ നമുക്കറിയാം. അത് അവനങ്ങോട്ട് തകർത്ത് കളി. അവൻ ആരാ? അവനൊരു എന്താ പറയുക, ഈ എസ് സി വിഭാഗത്തിൽപ്പെട്ടവനല്ല. അവനൊക്കെ നമ്മളെ ഭരിക്കാൻ വരികയെ. ആ ഭരണം നിന്ന് വേണ്ട, അവനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പം മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ പറഞ്ഞ പാർട്ടി. അവരെന്ത് പറഞ്ഞാലും എന്നെ മാറ്റിക്കളയാൻ കഴിയില്ല. ആ രീതിയിലുള്ള ഒരു വലിയ ഗുണനിലവാരമാണ് ഈ മണ്ഡലത്തിലുള്ളത്. ഇനിയിപ്പോൾ എത്ര വന്ന് മാറി ഏത് പാർട്ടി വന്നോട്ടെ മാറി പറഞ്ഞാലും ഈ ഒരു ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഓരോ പരിപാടിയിലും ഓരോ വീട്ടിൽ ചെല്ലുമ്പോണ്ടാകുന്ന അനുഭവങ്ങൾ വളരെ സന്തോഷകരമായ അനുഭവങ്ങളാണ് എല്ലാവരും പറയുന്നത്. ഇതൊരു മാറ്റം അനിവാര്യത്തിന് വേണ്ടി നിങ്ങൾ ഏറ്റെടുത്തത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അവരൊക്കെ നെഞ്ഞത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കും, ഒരു ഭയപ്പാടും വേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. ഈശ്വരൻ ഇപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മുമ്പ് തന്നെ ഞാൻ മറ്റു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴും ഈശ്വരനോടുള്ള താല്പര്യം തന്നെ. എന്തായാലും ദൈവികമായ കാഴ്ചപ്പാടോട് വിശ്വാസമൊക്കെയാണ്, തർക്കമൊന്നുമില്ല. ഞാൻ വേണ്ട ഇല്ല എന്ന് ഞാൻ നുണ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ ജനങ്ങൾ ഉറച്ച ചില സത്യങ്ങൾ തുറന്നു പറയുന്നത് ചിലരുടെ നെറ്റി തുളിഞ്ഞതല്ലേ പ്രശ്നങ്ങൾക്ക് കാരണം? അതൊക്കെയാണ് കാരണങ്ങൾ. ചിലർ അവർക്ക് ചില കാര്യം ചെയ്തു കൊടുക്കാൻ ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലണം. അവരുടെ വീട്ടിൽ ഇതെല്ലാം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് അവരോട് ചോദിച്ചിട്ട് വേണം ചെയ്യേണ്ടത്. പക്ഷേ ഇതുവരെ ഒരാളോടും ചോദിച്ചിട്ടില്ല. ഞാൻ ഇവിടെ 9 പഞ്ചായത്തുകളിലും അവിടെ ഭരണസമിതിയുടെ നിർദ്ദേശം സ്വീകരിച്ച് ആ നിർദ്ദേശത്തിനകത്ത് രാഷ്ട്രീയമില്ല, ജനപങ്കാളിത്തമായി വന്ന് അവരെ കൂടി വിളിച്ച ഒരു ഫയലുണ്ട് എൻ്റെ കയ്യിൽ. ഓരോ പഞ്ചായത്തിൽ നിന്ന് വേണം എന്ന് പറയുമ്പോൾ അത് പരിശോധിച്ച് കൊടുക്കാണ്. പൈസ ഒന്നും നമ്മുടെ അല്ലല്ലോ, ജനങ്ങളുടെ പൈസയല്ലേ. ആ ജനങ്ങളുടെ പൈസ എൻ്റെയോ നിൻ്റെയോ നോക്കാതെ നമ്മുടെ ആ പ്രദേശത്തെ വികസനത്തിന് മാതൃകയാണ് എന്ന് കണക്കാക്കി ഫണ്ട് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. പലരും ചെയ്യുന്ന ഫണ്ട് എന്ന് വെച്ചാൽ 5 കോടി കിട്ടിയാൽ 5 കോടി 3 പദ്ധതിയിലേക്ക് കൊടുക്കും. ഞാനത് എത്ര 60-30 പദ്ധതികൾക്കായിട്ട് പീസായിട്ട് അല്ലെങ്കിൽ കൊടുക്കുകയാണ്. അതാണ് എൻ്റെ ഒരു വലിയൊരു വിജയം. അത് ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു. കുടിവെള്ളമായാലും റോഡായാലും മുമ്പ് പറഞ്ഞ വീടായാലും കൃഷിക്കാരുടെ പ്രശ്നമൊക്കെ ആയാലും എല്ലാതും ഈ മൊത്തം സംഖ്യ പീസാക്കി ഇട്ട് കൊടുത്തതിൻ്റെ ഫലമായി ജനങ്ങൾ മുഴുവനും വളരെയേറെ സന്തോഷത്തിലാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ മറ്റുള്ള മണ്ഡലത്തിൽ നോക്കിക്കോ, ഒരു 5 കോടി കിട്ടിയാൽ 2-3 പദ്ധതി കൊടുത്ത് അവസാനിപ്പിക്കും, പണിയെടുക്കണ്ടല്ലോ. ആ പദ്ധതി നോക്കരുത്. ഞാനതല്ല, ഉള്ള 5 കോടി രൂപ ഒരു മാക്സിമം ഒരു 10-20-30 പദ്ധതികൾക്ക് ആവശ്യമിച്ച് കൊടുക്കുകയാണ്, പീസായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇല്ലാത്ത പഞ്ചായത്തുകൾക്കും ഉള്ള പഞ്ചായത്തുകൾക്കും വലിയ സന്തോഷം അനുഭവമാണ്. ഒരാൾ അതുകൊണ്ടാണ് എന്നെ പക്ഷേ ചേരരിയിൽ പറയുന്നുണ്ട്, പാർട്ടീനെ സഹായിച്ച പാർട്ടി പറഞ്ഞവർക്ക് കൊടുത്തില്ല, പിടിച്ചില്ല, എന്താണ് ചെയ്തോ എന്ന് ചോദിക്കുന്ന പലരുണ്ട്. അതിനൊക്കെ മറുപടി തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കും എന്നുള്ളതാണ് എനിക്ക് പറയാം. ചുരുങ്ങിയ സമയമേ ഉള്ളൂ, കാരണം നമുക്കറിയാൻ പറ്റും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം, റോഡ് ഷോ അടക്കം വലിയ ഓട്ടപ്പാച്ചലിലാണ്, നല്ല തിരക്കുണ്ട്. അല്ല, തിരക്കില്ലായില്ല. അപ്പം നമ്മളെല്ലായിടത്തും നേരിട്ട് കാണാൻ അവർക്ക് കാണുമെങ്കിൽ നേരിട്ട് കൊണ്ടുപോകുന്നു, ഓടിയെത്തും. അതിപ്പോൾ എന്തായാലും ഓടിയെത്തിയാലും എത്തിയില്ലെങ്കിലും നാട്ടിയ എൻ്റെ മണ്ഡലമല്ലേ, എൻ്റെ നാടല്ലേ, ഈ നാടിനെ സംരക്ഷിക്കുക എന്ന് ജനങ്ങൾ എൻ്റെ കയ്യിൽ അത് തരും. നാടിനെ രക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ ജനങ്ങൾ ഈ വരുന്ന ഏപ്രിൽ 9-ാം തീയതി എനിക്ക് എൻ്റെ പേരുമ വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ, ചെറിയ ഭൂരിപക്ഷമല്ല, വമ്പിച്ച ഭൂരിപക്ഷം ജയിക്കാനോ എല്ലാവിധ സാഹചര്യം ഇപ്പം ഉണ്ട്. നാട്ടിക നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂട് പിടിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. CC ഏട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചില കാര്യങ്ങളിൽ കൃത്യതയോടെയും വ്യക്തതയോടെയും കൂടി നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. അത്തരം വ്യക്തികളെ വോട്ടർമാർ മനസ്സറിഞ്ഞ് ചേർത്ത് പിടിക്കുമെന്ന ആത്മവിശ്വാസമാണ് മുന്നിലേക്ക് സഞ്ചരിക്കാനുള്ള പ്രചോദനം നൽകുന്നതെന്ന്. എന്തായാലും ടീം മീഡിയ ഫോറും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. നാട്ടികയിലെ വോട്ടർമാരോട് മൂന്നേട്ടൻ എന്താ പറയാനുള്ളത്? അല്ല, നാട്ടികയിലെ ജനങ്ങളോട് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാതും സത്യസന്ധമായി പരിശോധിക്കുക. ആ പരിശോധനയിൽ എവിടെയാണ് നമുക്ക് ഗുണകരമായി മാറ്റം ഉണ്ടാക്കുക ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ നാട്ടിലത്തെ ജനങ്ങൾ അതൊക്കെ അറിയാം, നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അവർ മനസ്സിലാക്കിക്കൊണ്ട് നേർ വഴിക്കുള്ള വോട്ട് രേഖപ്പെടുത്തി ഈ പറഞ്ഞ വലിയ മാറ്റം നാട്ടിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന്. പുതിയ ഒരു എന്താ പറയുക, പണ്ടൊക്കെ പറയാനുള്ള പുതിയൊരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്ന പോലെ തന്നെ പുതിയൊരു നാട്ടിക ഇവിടെ പുതിയ വികസന ചരിത്രം തുടക്കം കുറിക്കാൻ പോവുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് മൂന്നേട്ട.